നമസ്കാരം, ഞാൻ ഷാനിദ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ ബാബ ഇസി ഇംഗ്ലീഷ്. ജാമ്യം തടയാൻ കരുനീക്കം. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കവേ ദിലീപിനെതിരെ കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങി പോലീസ്. ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ കുറ്റപത്രം സമർപ്പിക്കും. അന്വേഷണ സംഘത്തിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയുള്ള പുതിയ നീക്കം കുറ്റപത്രം സമർപ്പിച്ച് ദിലീപിന് ജാമ്യം ലഭിക്കുന്നത് തടയാൻ. പ്രതിക്കെതിരെ ചുമത്തുന്നത് ബലാത്സംഗം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ. അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കം അപ്പുണ്ണി പോലീസിന് മുമ്പാകെ ഹാജരാവുകയും മുഖ്യ തൊണ്ടി മുതലായ മൊബൈൽ ഫോൺ നശിപ്പിച്ചെന്ന് മൊഴി ലഭിക്കുകയും ചെയ്തതോടെ ദിലീപിന് ജാമ്യം വിദൂരമല്ലെന്ന കണക്കുകൂട്ടലിൽ. അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്ന് അഭിഭാഷകൻ ബി രാമൻപിള്ള. അതിനിടെ കേസിൽ കൂടുതൽ അറസ്റ്റിന് സൂചന നൽകി അന്വേഷണ സംഘം. ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട 2 പേർ ഉടൻ അറസ്റ്റിലാകുമെന്ന് റിപ്പോർട്ട്. പ്രതികരണം, തെളിവ് ശേഖരണം ഏറെക്കുറെ പൂർത്തിയായ സാഹചര്യത്തിൽ സിനിമാ മേഖലയിലെ കൂടുതൽ പേരുടെ മൊഴിയെടുപ്പ് അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്നും അന്വേഷണ സംഘം. കൊലയ്ക്കു പിന്നിലെ രാഷ്ട്രീയം. തലസ്ഥാനത്തെ RSS പ്രവർത്തകന്റെ കൊലപാതകത്തിൽ CPM-നെ പ്രതിസ്ഥാനത്ത് നിർത്തി പ്രചാരണം നടത്താൻ സംഘപരിവാർ തീരുമാനം. വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചത് ഇതിനു മുന്നോടിയായെന്ന് വിലയിരുത്തൽ. പ്രതിരോധ മന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ നാളത്തെ കേരള സന്ദർശനം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയെന്നും റിപ്പോർട്ട്. സംഘപരിവാർ ശുദ്ധീകരണത്തിനും സംഘർഷങ്ങൾ സംബന്ധിച്ച വിലയിരുത്തലിനുമായി RSS മേധാവി മോഹൻ ഭാഗവതും ഈ മാസം തന്നെ കേരളത്തിലേക്ക്. സംഘപരിവാറുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന യെച്ചൂരിയുടെ പ്രസ്താവനയിൽ RSS മൗനം പാലിക്കുന്നത് തലസ്ഥാനത്തെ സംഘർഷത്തിൽ CPM-നെ പ്രതിക്കൂട്ടിൽ നിർത്തി പരമാവധി മുതലെടുപ്പ് നടത്താനെന്ന് വ്യക്തം. BJP നേതാക്കളുമായുള്ള അരുൺ ജെയ്റ്റ്ലിയുടെ കൂടിക്കാഴ്ചയിൽ മെഡിക്കൽ കോഴ വിവാദം മുഖ്യ അജണ്ട. റിപ്പോർട്ട് ചോർത്തിയവർക്കെതിരെ ഉടൻ നടപടിയെടുത്ത് സംഘടനയ്ക്കുള്ളിൽ ശുദ്ധീകരണം നടത്താൻ നീക്കം. സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നവരിലേക്കും നീളുന്ന അന്വേഷണത്തിൽ 2 പേർക്കെതിരെ നടപടി ഉറപ്പെന്നും സൂചന. വിജയം ഉറപ്പിച്ച് വെങ്കയ്യ. ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതിയെ ഔദ്യോഗികമായി ഇന്നറിയാം. ഹാമിദ് അൻസാരിക്ക് പിൻഗാമിയായി വെങ്കയ്യ നായിഡു എത്തുമെന്ന് ഉറപ്പെങ്കിലും പ്രതിപക്ഷ ശ്രമം മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ ഗോപാൽ കൃഷ്ണ ഗാന്ധിക്ക് മോശമല്ലാത്ത പിന്തുണ ഉറപ്പാക്കാൻ. രാത്രി 7-ന് നടക്കുന്ന ഫലപ്രഖ്യാപനത്തോടെ ഇന്ന് പാർലമെന്റ് സാക്ഷ്യം വഹിക്കുക 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു BJP നേതാവ് ഉപരാഷ്ട്രപതിയാകുന്നതിന്. വോട്ടെടുപ്പ് പാർലമെന്റിന്റെ 63-ാം നമ്പർ മുറിയിൽ പുരോഗമിക്കുന്നു. വൈകിട്ട് 5-ന് വോട്ടെടുപ്പ് പൂർത്തിയായാലുടൻ വോട്ടെണ്ണൽ തുടങ്ങും. വോട്ടവകാശമുള്ള 786 MPമാരിൽ വെങ്കയ്യ ഉറപ്പാക്കിയത് 484 പേരുടെ വോട്ട്. രാംനാഥ് കോവിന്ദിനെ രാഷ്ട്രപതി പദത്തിൽ എത്തിച്ചതിന് പിന്നാലെ സ്വന്തം പാളയത്തിലെ ഒരാളെ ഉപരാഷ്ട്രപതി പദത്തിലേക്ക് എത്തിക്കാൻ ആവുന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് BJP. അതേസമയം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ BJP-ക്കൊപ്പം നിന്ന JDU-വും ബിജു ജനതാദളും ഇക്കുറി പിന്തുണയ്ക്കുന്നത് പ്രതിപക്ഷ സ്ഥാനാർത്ഥി ഗോപാൽ കൃഷ്ണ ഗാന്ധിയെ. മഹാസഖ്യം പൊളിച്ച് BJP-ക്കൊപ്പം ചേർന്നെങ്കിലും പ്രതിപക്ഷത്തിന് നൽകിയ മുൻ വാഗ്ദാനം തെറ്റിക്കേണ്ടതില്ലെന്ന് നിതീഷ് കുമാർ. പിന്മാറി മിസോറാം. അന്യസംസ്ഥാന ലോട്ടറി വിഷയത്തിൽ കേരളം നിലപാട് കടുപ്പിച്ചതിനു പിന്നാലെ വിൽപ്പനയിൽ നിന്ന് പിന്മാറി മിസോറാം. നടപടി കേരള സർക്കാരിന്റെ പ്രതിഷേധം കണക്കിലെടുത്തെന്ന് മിസോറാം ധനമന്ത്രി ലാൽ സാവ്ത. വിശദീകരണം ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ. വിൽപ്പനയിൽ നിന്ന് പിന്മാറിയ മിസോറാം സർക്കാരിനെ നന്ദി അറിയിക്കുമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. കേരളം പ്രതിഷേധിച്ചപ്പോൾ നിജസ്ഥിതി മനസ്സിലാക്കാൻ മിസോറാം തയ്യാറായി. പിന്മാറ്റം സംസ്ഥാനത്തിന്റെ വിജയമെന്നും ഇന്നത്തെ GST കൌൺസിൽ യോഗത്തിൽ മിസോറാം ധനമന്ത്രിയെ നേരിട്ട് കാണുമെന്നും തോമസ് ഐസക്. മിസോറാമിന്റെ അപ്രതീക്ഷിത പിന്മാറ്റം നിയമവിരുദ്ധമായി വിൽപ്പന നടത്തിയാൽ ലോട്ടറി ഡയറക്ടറെ ശിക്ഷിക്കുമെന്ന കേരളത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്നെന്ന് സൂചന. അശാന്തമായി താഴ്വര. ജമ്മുകശ്മീരിൽ വീണ്ടും ഏറ്റുമുട്ടൽ. സോപ്പോറിൽ 3 ഭീകരരെ വധിച്ച് സുരക്ഷാസേന. തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നു എന്ന രഹസ്യവിവരത്തെ തുടർന്ന് അർദ്ധരാത്രി മുതൽ തിരച്ചിൽ ആരംഭിച്ച സൈന്യം ഭീകരരുമായി ഏറ്റുമുട്ടിയത് പുലർച്ചെ. ഒരു പോലീസുകാരന് പരിക്കേറ്റതായും റിപ്പോർട്ട്. തുടർ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിർത്തികളിൽ സുരക്ഷ ശക്തം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പ്രസന്റഡ് ബൈ ബാബ ഇസി ഇംഗ്ലീഷ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.